പെണ്ണിനെ തല്ലുന്നവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊന്ന കേസില്ല സാറേ. കേട്ടല്ലോടാ, നിന്റെ ചോരക്കേ ദേ അവര് മുറവിളി കൂട്ടുന്നു. കൊടുക്കട്ടേടാ അവർക്കിടയിലേക്ക് നിന്നെ. എടാ സോമശേഖര, നീ ഒരു മണ്ടനാ. നീ ഇവർക്ക് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ എന്റെ പകുതി പലിശ നിനക്ക് തന്നു തീർക്കായിരുന്നല്ലോ. പിന്നെ നീ നിന്റെ ചെലവില് എന്നെ തളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ആൾക്കൂട്ടം, ഇതിന് നല്ലൊരു പഴഞ്ചൊല്ലെന്റെ വായില് വരുന്നുണ്ട്. നീയത് മനസ്സിലിട്ട് പഠിച്ചോ. ആ സംഗതി അല്പം പഴയതാ, പക്ഷെ ഈ സിറ്റുവേഷൻ അത് ആപ്റ്റാ. ഇതിലും വലിയ പെരുന്നാള് വന്നിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. പിന്നല്ലേ കുരുത്താമല പെരുന്നാള്. നിന്റെ നാവ് ഞാനിന്ന് മസിൽ പവർ കാണിച്ചാലേ ഈ നാട്ടുകാരുടെയും ചാനലുകാരുടെയും മുന്നിലിട്ട് തന്നെ ഞാൻ തീർക്കും. നാറാവുന്നതിന്റെ അപ്പുറം താൻ എന്നെ നാറ്റിച്ച് നിർത്തിയിരിക്കുക. എന്റെ തൊലിക്കട്ടി കൊണ്ട് പവറോടെ നിൽക്കുന്നതല്ല ഞാൻ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാ ഞാൻ. അതിനെന്നെ സഹായിച്ചത് ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കാടോ, സത്യമേവ ജയതേ. അതിന്റെ അർത്ഥം ഈ മുദ്ര വെച്ച് നടക്കുന്ന നിനക്കൊന്നും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അറിയായിരുന്നെങ്കില് നീ ഈ നാറിയ പണിയൊന്നും കാണിക്കില്ലായിരുന്നു. സത്യം ജയ, ധർമ്മം ജയ. ഞാൻ ഇപ്പോഴും പറയുന്നു, നീ എന്തൊക്കെ ആട്ടം ആടിയാലും എന്റെ നിരപരാധിത്വം ഞാനത് തെളിയിച്ചിരിക്കും. നിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇട്ട് കൊല്ലടാ. എന്റെ പെങ്ങളെ നീ നിന്റെ പെങ്ങളെ വളർത്തുമ്പോ തല്ലി വളർത്തണം, ഇല്ലെങ്കിൽ തല്ല് നിനക്കും കിട്ടും. പിടിച്ച് കൊണ്ടുപോടോനെ. വേണ്ട സാറേ, കയ്യെ തൊട്ടുപോകരുത്. ചെയ്തത് തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ചെറിയൊരു മനസ്താപം ഉണ്ടായിരുന്നു, ഇപ്പൊ അതങ്ങ് തീർന്നു. നടക്കണ അങ്ങോട്ട്, പിടിച്ച് കേട്ടോ. സ്റ്റേഷന് മുന്നിൽ അതിക്രമം നടത്തിയിരിക്കുകയാണ് കുറ്റവാളി ശിവൻ. പോലീസുകാരെയും മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. അവന്റെ വിലം കഴിക്കണോ സർ? എന്താണോ നോക്കുന്നേ? എടോ ഒന്ന് അഴിക്കടോ പെട്ടെന്ന്. കേരളത്ത് പിടിച്ച് കയറ്റോ. ഓക്കെ സാർ. വീടാൻ നീ അവിടെ കിടക്കടാ. നിനക്ക് നെകളിപ്പൽപ്പം കൂടുതലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോടാ? ഇത്രയേ ഉള്ളൂ.